ഒരു കാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പബ്ബും ഡാൻസ് ബാറും മദ്യസൽക്കാരവും നടന്ന ആഡംബര ഉല്ലാസദ്വീപ് ഇപ്പോൾ ആൽമരങ്ങൾ വിഴുങ്ങിയ കെട്ടിടാവശിഷ്ടങ്ങളുള്ള പ്രേതദ്വീപ്. വണ്ടൂരും കാലിക്കറ്റും തിരൂരും മണ്ണാർക്കാടുമൊക്കെയുള്ള കേരളമല്ലാത്ത ഒരിടം. ഇത് കോഴിക്കോട് ഇതുപോലെ വണ്ടൂരുണ്ട്, മഞ്ചേരിയുണ്ട്, അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. മലയാളികൾ മാത്രമല്ല, തമിഴ് സംസാരിക്കുന്ന ആളുകളും തെലുഗു ഭാഷ സംസാരിക്കുന്ന ആളുകളും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ മെജോറിറ്റി മലയാളികളാണ് ഈ കാലിക്കറ്റിലുള്ളത്. അതുപോലെ മദ്യസൽക്കാരം, നൃത്തവിരുന്ന്, നിലയ്ക്കാത്ത ആഘോഷങ്ങൾ, ആർപ്പുവിളികൾ. മറുവശത്തെ ഒരു വിളിപ്പാടകലെ ആട്ടും തുപ്പും കൊടിയ മർദ്ദനവും ഏറ്റുവാങ്ങി ഉയർന്ന നിലവിളികൾ. ഇത് റോസ് ഐലൻഡ്, ഒരു കാലത്ത് ബ്രിട്ടീഷ് ആഡംബരത്തിന്റെ പ്രതീകം. സെല്ലുലാർ ജയിലിൽ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനായി കൊടിപിടിച്ച ധീരദേശാഭിമാനികളുടെ ജീവിതം ബ്രിട്ടീഷ് ബൂട്ടുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നപ്പോൾ ജീവിതത്തിന്റെ സകല ആഡംബരങ്ങളും ആസ്വദിക്കുകയായിരുന്നു ഈ ദ്വീപിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. റോസ് ഐലൻഡ് ആൻഡമാനിലെ ഏറ്റവും ചെറിയ മനുഷ്യവാസമില്ലാത്ത ദ്വീപുകളിൽ ഒന്ന്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കായി പബ്ബും ഡാൻസ് ബാറും നീന്തൽക്കുളവും ബേക്ക് ഹൌസും ചർച്ചും പൂന്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്ന ദ്വീപ്. സെല്ലുലാർ ജയിലിലെ തടവുകാരെ കൊണ്ട് എല്ലുമുറിയെ ജോലി ചെയ്യിപ്പിച്ചായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ ഉല്ലാസ കേന്ദ്രം ദ്വീപിൽ പടുത്തുയർത്തിയത്. 1941 വരെ ബ്രിട്ടീഷ് ആഡംബരത്തിന്റെ പ്രതീകമായി ഈ ദ്വീപ് നിലകൊണ്ടു. 1941 പ്രദേശത്തുണ്ടായ ഭൂകമ്പം റോസ് ഐലൻഡിലെ പല നിർമ്മിതികളും തകർത്തു. ബ്രിട്ടീഷ് കമ്മീഷണറുടെ ഓഫീസടക്കം കടലെടുത്തു. തൊട്ടടുത്ത വർഷം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ ബ്രിട്ടനിൽ നിന്ന് ഈ പ്രദേശം കൈയടക്കി. ശേഷം അവരിത് ബങ്കറാക്കി മാറ്റി. അതോടെ റോസ് ഐലൻഡിൽ നിന്ന് ബ്രിട്ടീഷുകാർ നിഷ്കാസിതരായി. അധികം വൈകാതെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ജപ്പാനെ തോൽപ്പിച്ച് റോസ് ഐലൻഡിൽ ദേശീയ പതാക ഉയർത്തി. നിങ്ങൾക്കറിയാമോ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദേശീയ പതാക ആദ്യമായി ഉയർന്ന ഇടമാണ് റോസ് ഐലൻഡ്. ബ്രിട്ടീഷുകാരുടെ ഉല്ലാസദ്വീപിൽ നിന്ന് ജപ്പാൻകാരുടെ സൈനിക താവളമായി മാറിയിരുന്ന റോസ് ഐലൻഡിലെ കെട്ടിടങ്ങൾ വൈകാതെ നശിച്ചു തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷുകാർ മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന മാനുകൾ ദ്വീപിൽ പെറ്റുപെരുകി. ഇന്നും ഈ മാനുകൾ ദ്വീപിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നത് കാണാം. ബ്രിട്ടീഷുകാരുടെ ഡാൻസ് ബാറും ചർച്ചും പബ്ബുമെല്ലാം ആൽമരവേരുകൾ വിഴുങ്ങി പ്രേതഭൂമി കണക്കെ പേടിപ്പെടുത്തുന്നതായി രൂപാന്തരം പ്രാപിച്ചു. സ്വാതന്ത്ര്യമെന്നാൽ ആരുടെയും ഔദാര്യമല്ലെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് ഇന്ന് റോസ് ഐലൻഡ് അറിയപ്പെടുന്നത്. പകൽ ദ്വീപ് സന്ദർശകർക്കായി തുറക്കും. പോർട്ട് ബ്ലെയറിൽ നിന്ന് ബോട്ടിലേറി ഇവിടെ എത്താം. ആൻഡമാനിലെത്തുന്നവർ ഒരിക്കലും ഈ ദ്വീപ് സന്ദർശനം മിസ് ചെയ്യരുതേ. പണ്ട് ഇത് കൊടുങ്കാടായിരുന്നു. കാട് വെട്ടിത്തെളിച്ച് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സകലതും കാട് തന്നെ തിരിച്ചുപിടിച്ച കാഴ്ച നമ്മളിൽ ആനന്ദം നിറയ്ക്കും. റോസ് ഐലൻഡിൽ നിന്ന് കുറച്ചു ചരിത്രവും ആൻഡമാന്റെ വർത്തമാനവും നമുക്ക് നോക്കാം. സെല്ലുലാർ ജയിലിലേക്ക് നാടുകടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിൻതലമുറക്കാരും പലപ്പോഴായി മെയിൻലാൻഡിൽ നിന്ന് കുടിയേറിയ ബംഗാളികളും മലയാളികളും തമിഴരും തെലുഗരും പഞ്ചാബികളും മഹാരാഷ്ട്രക്കാരും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനക്കാരുമൊക്കെ ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഇന്നത്തെ ജനസമൂഹം. ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലെ കോഴിക്കോടായിരിക്കുന്ന, അല്ല, ഞാൻ അന്തമാനിലെ കോഴിക്കോടാണുള്ളത്. ഇതുപോലെ സ്ഥലനാമങ്ങൾ നിരവധിയുണ്ട് കേരളത്തിന് സമാനമായി അന്തമാനിൽ. ഇത് കോഴിക്കോട് ഇതുപോലെ വണ്ടൂരുണ്ട്, മഞ്ചേരിയുണ്ട്, അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. മലയാളികൾ ഇട്ട പേരുകൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടുകാർ അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ ചില സ്ഥലങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അത് ആ പേരിലാണ് അറിയപ്പെടുന്നത് ആ സ്ഥലങ്ങളൊക്കെ. എന്നാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളായി കാണാം. ഞാനിപ്പോൾ കാലിക്കറ്റിലാണുള്ളത്. കാലിക്കറ്റിൽ നിറയുള്ളത് മലയാളികളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മലയാളികൾ മാത്രമല്ല, തമിഴ് സംസാരിക്കുന്ന ആളുകളും തെലുഗു ഭാഷ സംസാരിക്കുന്ന ആളുകളും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ മെജോറിറ്റി മലയാളികളാണ് ഈ കാലിക്കറ്റിലുള്ളത്. അതുപോലെ തന്നെയാണ് വണ്ടൂരും മറ്റ് ഞാൻ പറഞ്ഞ പേരുകളൊക്കെ. അവിടെയൊക്കെ ഇതുപോലെ ആളുകൾ താമസിക്കുന്നു. അവരവർക്ക് ഇഷ്ടമുള്ള, അവരെ എവിടെ നിന്നാണോ കുടിയേറി പാർത്തത് ആ നാടിൻ്റെ പേരാണ് അവരവരുടെ അന്തമാനിലെ സ്ഥലത്തിന് ഇട്ടിരിക്കുന്നത്. സൈനുദ്ദീൻ
നമ്മുടെ ആൻഡമാൻ കാലിക്കറ്റ് ബെഡ് ലൈൻ ജംഗ്ഷനിൽ. ഞാൻ ആക്ച്വലി ഇവിടെ തന്നെ ജനിച്ചതാണ്. നമ്മളെ വാപ്പ കേരളത്തിലുള്ളതും കേരളത്തിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. മഞ്ചേരിയിൽ നിന്ന് പിന്നെ നമ്മൾ പാണ്ടിക്കാട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, അതിലൂടെ അങ്ങ് പോകണം. കുട്ടിപ്പാറയിൽ ഇറങ്ങി അവിടെ നിന്ന് പോക്കായിരുന്നു. ഇപ്പോൾ കുറേ ഞങ്ങൾ ആക്ച്വലി വർഷത്തിലൊരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ 2 ദിവസം 3 ദിവസത്തിനായിട്ട് പോകും. കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ തലമുറ നമ്മളെ കേരളത്തിലെ ആൾക്കാരെ കൊണ്ടുവന്ന് നാട് കടത്തിയെന്ന് അറിഞ്ഞു കാണുമല്ലോ നിങ്ങളെല്ലാം. അതിൽപ്പെട്ടതാണ്. ഇവിടെ കുറേ പേരുണ്ട്, കേരളത്തെ പേര് കുറേ പേരുണ്ട്, അതിൽപ്പെട്ടതാണ് കാലിക്കറ്റ് എന്ന്. പഴയ ആൾക്കാരുണ്ടായിരുന്നു, അവർ വന്ന് ഇവിടെ സെറ്റിൽഡായി. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അവർ പഴയ ആൾക്കാരെല്ലാം മാക്സിമം പോയി, മാക്സിമം എന്നല്ല എല്ലാം പോയി. പിന്നെ അതിലുള്ളത് അവരെ പിൻഗാമികൾ എന്ന് പറയാം. മലയാളി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാലിക്കറ്റ് ഫസ്റ്റ് മലയാളിയായിരുന്നു. ഇപ്പോൾ അതിലിങ്ങനെ ലാപ്സ് ആയിക്കൊണ്ട് പോകുന്നുണ്ട്, പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ ബംബു ഫ്ലാറ്റ്, വിബർലിഗഞ്ച്, മണ്ണാർക്കാട് ആ സൈഡിൽ ഫുള്ള് മലബാർ നമ്മളെ ഈ മലപ്പുറം സൈഡിലെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. നമ്മളെ പെരിന്തൽമണ്ണ, മഞ്ചേരിക്കാരുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട് അവിടെ ആ സൈഡിൽ. ഓരോരുത്തരുടെ നാടും തോന്നും ഇപ്പോൾ നമുക്കറിയത്തില്ല. എന്നാലും നമ്മളെ മലബാർ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ആ ഭാഗത്തും കുറേ ആൾക്കാർ പോയതുകൊണ്ടാണ് അങ്ങനെ കേരളത്തിൻ്റെ പേര് വരാൻ കാരണം. പിന്നെ വണ്ടൂരുണ്ട്, പിന്നെ നമ്മളെ തിരൂർ, അതും കേരളത്തെ പേര് തന്നെയുണ്ട്. ഇങ്ങനെ പക്ഷേ ആ സൈഡെല്ലാം ഇപ്പോൾ വന്നിട്ട് കൂടുതൽ ഈ ബംഗാളീസാണ്. നമ്മളെ ആൾക്കാരെ അവിടുന്ന് എടുത്തു മാറി. അങ്ങനെയൊക്കെയാണ്. അന്തമാനിലുള്ള ഒരു മലയാളികളുടെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരെ അവരുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ ഇതാ ഗൃഹനാഥയായ ആളുണ്ട് കേട്ടോ. നമുക്ക് സംസാരിച്ച് നോക്കാം. ഹലോ. വീട് എൻ്റെ നാട് കൊല്ലത്താണ്. ഞാനിവിടെ വന്നിട്ട് 28 വർഷമായി. പിന്നെ എങ്ങനെ എത്തിപ്പെട്ടു? എൻ്റെ ഒരു ജ്യേഷ്ഠത്തി മുഖേനയാണ് ഞാൻ അന്തമാനിലെത്തിയത്. അങ്ങനെ വാപ്പാടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങി, അങ്ങനെ അവർ മുഖാന്തരമാണ് അന്തമാനിൽ വന്നത്. അങ്ങനെ എല്ലാം അൽഹംദുലില്ലാ എല്ലാം നല്ല മാതിരി പോകുന്നു. ഇപ്പൊ കേരളത്തിലെ അടുക്കളയൊക്കെ പോലെ തന്നെ ഉണ്ടല്ലോ, അതേമാതിരി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചെയ്തതാണോ? എല്ലാം അല്ല, എല്ലാ അടുക്കളയൊന്നും ഇങ്ങനെയില്ല. നമ്മൾ അങ്ങനെ ഭാഗത്തിലെ പോലൊക്കെ അങ്ങനെ ചെയ്തതാണ്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ എന്താ? രാവിലെ നമ്മളെ നാട്ടിലെ പോലെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കും. മെയിൻ ഇവിടെ ഉള്ളൊരു റൊട്ടിയാണ്. റൊട്ടി പറഞ്ഞാൽ ചപ്പാത്തി, നാട്ടിലത്തെ ചപ്പാത്തി. പിന്നെ എല്ലാം ഉണ്ടാക്കും. പുട്ട്, അപ്പം, ദോശ ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ നാട്ടിലത്തെ മാതിരി തന്നെ എപ്പോഴും കൂട്ടാൻ കറികളൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റൈലിലും വെക്കും, നാട്ടിലത്തെ സ്റ്റൈലിലും വെക്കും. ഉച്ചയ്ക്ക് ലഞ്ചിന് എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ തന്നെ? ചോറും കറിയും, ചോറ്, പരിപ്പ്, മോര് കറി, അങ്ങനെ അവിയൽ, തോരനൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കും. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളെ നാട്ടിലെ പോലെ തന്നെ. എനിക്ക് ഇവിടെ അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏതോ ഒരു അടുക്കളയിൽ വന്ന് നിൽക്കുന്ന അതേ ഫീലുണ്ട്. കാരണം ഇവർ കൊല്ലത്തുനിന്ന് വന്നതാണ്, അതുകൊണ്ടാണ് അവർ അതേ സ്റ്റൈലിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നാണ് പറയുന്നത്. നാട്ടിൽ ഞങ്ങളെ നാട് തന്നെ. പിന്നെ വാപ്പൻ്റെ നാട് തന്നെ. വാപ്പക്ക് 89 വയസ്സായി. പിന്നെ വലിയപ്പ അവിടെ നിന്ന് വന്നതാണ്, നിലമ്പൂർ എടക്കര. ഞാൻ ടീച്ചറിൻ്റെ ഇതാക്കി. ഇപ്പോൾ ടീച്ചറിൻ്റെ ജോലിയിലുണ്ടായിരുന്നു. ഈ വർഷം ജോയിൻ ചെയ്തില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ജോയിൻ ചെയ്യണം. എന്താ ഞാൻ പറയുക, ഇതൊക്കെ അവിടെ നാട്ടിൽ കേരളത്തൊക്കെ ഉണ്ടോ ഈ പൂവ്? ഉണ്ടല്ലോ, കൂടുതലൊന്നുമില്ല, ഒക്കെ ചെറിയ തന്നെ ഉള്ളൂ. ആ, ഭയങ്കര ഇഷ്ടമാണ്. അബ്ദുൽ ഖലീൽ. ഞാൻ എൻ്റെ വീടും താമസമൊക്കെ ബംബുഫിലായിരുന്നു. ഞാനിവിടെ വന്ന് 33 വർഷമായി എന്നെ കല്യാണം കഴിച്ചിട്ട്. നേരത്തെ പട്ടാളത്തിലാണ്. പട്ടാളത്തിൽ നിന്ന് റിട്ടയർമെൻറ്റായി വന്ന് പിന്നെ ഇവിടെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി, ഒരു ഓട്ടോ മേടിച്ച് വണ്ടിയുണ്ട്, അങ്ങനെ ജീവിച്ച് പോകുന്നു. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും വല്യപ്പയും എല്ലാം ഇവിടെ കൈദിയായിട്ട് വന്നായിരുന്നു. ഇവിടെ എൻ്റെ അച്ഛന് ഈ സ്വിച്ചയിൽ വന്നതാണ്. സ്വിച്ചയിൽ വന്നിട്ട് അന്നിവിടെ അന്തമാനിലെ ഒരു റോഡുമില്ല, ഒരു വണ്ടിയില്ല, ഒരു വീടില്ല. ആ കാലത്ത് എന്നിട്ട് ഇവിടെ സ്വിച്ചയിൽ കൊടുന്ന് ഇറക്കി. അത് മാസത്തിൽ ഒരു പ്രാവശ്യം അവർക്ക് റേഷൻ കൊടുന്ന് കൊടുക്കും. അങ്ങനെ ആയിട്ട് സ്വിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് അമ്മനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അമ്മക്ക് 10 വർഷം പ്രായം തന്നെ. അന്ന് കൊടുന്ന്
അങ്ങനെ വന്ന് കാട് വെട്ടി ചെറിയ ചെറിയ ജോബിളികളൊക്കെ ഉണ്ടാക്കി അതിൽ താമസിച്ച് അങ്ങനെ നമ്മൾ 8 പേരുണ്ടായിന്. എന്നാൽ ഈ ദ്വീപുകളുടെ യഥാർത്ഥ അവകാശികളായ ഒരുപറ്റം ഗോത്രവിഭാഗക്കാർ ഇപ്പോഴും ആധുനിക ലോകവുമായി ബന്ധമൊഴിവാക്കി ദ്വീപ് സമൂഹങ്ങളിൽ കാടുകളിൽ വസിക്കുകയാണ്. 50,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ മനുഷ്യരാണ് ഇവരെന്ന് ഗവേഷകർ പറയുന്നു. ഇവരിൽ സെന്റിനൽ ദ്വീപുകാരെക്കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. നോർത്ത് സെന്റിനൽ ദ്വീപിലെ താമസക്കാരായ ഇവർ പുറം ലോകവുമായി ഒരു ബന്ധവും വെക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ആ ദ്വീപിലേക്ക് സന്ദർശകർ പോകുന്നത് സർക്കാർ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ചില ഗോത്രങ്ങൾ, പ്രത്യേകിച്ച് നിക്കോബാറീസ്, പുറം ലോകവുമായി ചെറുതായൊക്കെ ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവരുടെ ഗോത്രരീതി വിട്ടുമാറാൻ തയ്യാറല്ലാത്തതിനാൽ കാടുകളിൽ തന്നെ കഴിയുകയാണ്. വനവും കടലുമാണ് അവരുടെ ജീവിതം. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് അവരുടെ നിലനിൽപ്പ്. സർക്കാർ മ്യൂസിയത്തിലെ ഈ നിശ്ചല ദൃശ്യങ്ങളല്ലാതെ അവരെ കാണിച്ചു തരാൻ മറ്റു മാർഗങ്ങളില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.